അതുപോലെ തന്നെ ആമിർ ബിൻ ഫുഹൈറ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയെ രാവിലെ ആട്ടിൻ പറ്റവുമായി അവിടേക്ക് വരാനും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനുണ്ട് അബ്ദുല്ലാഹിബിനു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവരും അസ്മാ ബീവിയും വരുന്ന കാൽപ്പാടുകൾ മയക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഈ ആട്ടിൻപറ്റത്ത് നിന്ന് പാലെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നൽകാൻ വേണ്ടിയിട്ടൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻകൂട്ടി ഇവരൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ ഏൽപ്പിച്ചത് മക്കയിൽ നിന്നും, മക്ക പട്ടണത്തിലൂടെ നടന്നുകൊണ്ട് അവിടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ, അപ്പോഴത്തെ അപ്ഡേറ്റ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഹിറാ ഗുഹയിലേക്ക് അപ്ഡേറ്റ്സ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നത്. ആയിഷ ബീവി പറയുന്നുണ്ട് തൻ്റെ അനുജനെ കുറിച്ച്, അതായത് അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹുവ ഉലാമുൻ സഖിഫുൻ ലഖിനുൻ, അതിബുദ്ധിയുള്ള, അതിസാമർഥ്യമുള്ള, സ്മാർട്ടായൊരു ആളായിരുന്നു ആര്? അബ്ദുല്ലാഹിബിനു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇവരെയൊക്കെ ഏൽപ്പിച്ചിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അബൂജഹൽ. ആ സമയത്ത് അസ്മാ ബീവി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അബൂജഹൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തിരക്കുകയും അങ്ങനെ അവിടെ കാണാതിരുന്നപ്പോൾ അസ്മാ ബീവി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ശക്തിയായിക്കൊണ്ട് അസ്മാ ബീവിയെ പ്രഹരിച്ചു, അടിച്ചു, തല്ലി. ആ അടിയുടെ ശക്തി കൊണ്ട് അസ്മാ ബീവിയുടെ കാതിലെ കമ്മൽ തെറിച്ചുപോയിന്നാണ്, അത്രയ്ക്ക് ശക്തിയായി അടിച്ചു. ഈ സമയത്ത് അസ്മാ ബീവി ഗർഭിണിയായിരുന്നു എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം അപ്പം മുസ്ലിം ആയിട്ടില്ല. പിന്നീട് ഫത്ഹ് മക്കയുടെ കാലത്താണ് അബൂ ഖുഹാഫ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ മുസ്ലിം ആവുന്നത്. അസ്മാ ബീവിയോട് ചോദിക്കുന്നുണ്ട്, വല്ലാത്തൊരു പണിയാണല്ലോ അബൂബക്കർ ചെയ്തത് റളിയല്ലാഹു അൻഹു, ഒന്നും ബാക്കിയാക്കാതെയാണല്ലോ നിങ്ങളുടെ ഉപ്പ പോയത്, വല്ലാത്തൊരു ചതിയാണ് ഉപ്പ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ വല്ലിപ്പയോട് പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്നറിയോ? കല്ലായ അബത്തി അന്നഹു ഖദ് തറക ലനാ ഖൈറൻ കസീറ. അല്ലുപ്പ, അങ്ങനെയല്ല വല്ലിപ്പ, എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഒരു പണപ്പെട്ടിക്കുള്ളിൽ ഒരുപാട് കല്ല് വാരിയിട്ടുകൊണ്ട് അതൊരു തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് അബൂ ഖുഹാഫയുടെ അടുത്തേക്ക് അസ്മാ ബീവി കൊണ്ടുവരാണ്. അബൂ ഖുഹാഫക്ക് ഓവർ കണ്ണ് കാണില്ല. ഈ സമയത്ത് അബൂ ഖുഹാഫ പറയുന്നുണ്ട്, ലാ ബാഴ്സ ഇതാക്കാന തറക്കലക്കും ഹാദ, അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ പണക്ക് ഉപേക്ഷിച്ചിട്ടാണ് പോയതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു നല്ല ധാരണ ഉപ്പയുടെ കൽബിലുണ്ടാക്കുക എന്നതായിരുന്നു അസ്മാ ബീവിയുടെ, വല്ലിപ്പയുടെ കൽബിലുണ്ടാക്കുക എന്നതായിരുന്നു അസ്മാ ബീവിയുടെ ഉദ്ദേശം. അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലും അല്ലാഹു ബുദ്ധിമുട്ടാക്കൂല. എന്നിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ, ഇത്രയൊക്കെ സെറ്റിങ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നമ്മൾ പറയും. എങ്കിലും ഇപ്പോൾ ഒരു പരീക്ഷ വരികയാണെങ്കിൽ നമ്മളതിൽ പഠിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ ഞാൻ പഠിച്ചത് എൻ്റെ മനസ്സിൽ നീ ഉറപ്പിച്ചു തരണേ, പരീക്ഷ എഴുതുമ്പോൾ എനിക്കത് ഓർമ്മ വരാൻ നീ തൗഫീക്ക് നൽകണേ. അങ്ങനെയാണ് പൂർവ്വകാല പണ്ഡിതന്മാർ, പൂർവ്വകാല ഖുലഫാ റാഷിദീങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട്, ജയിക്കാനുള്ളത് പഠിച്ചു വെച്ചിട്ട് ജയിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ളത് കരുതി വെച്ചിട്ട് ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള കെൽപ്പും ഇതിനുള്ള കാര്യങ്ങളും തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ അബ്ദുല്ലാഹിബിന് ഉറൈക്കീത്ത് കൊണ്ടുവന്ന 2 ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള ഹിജ്റ തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളെത്തും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.